ഒരിക്കൽ ഹനുമാൻ സ്വാമി ദ്വാരകയിൽ എത്തിച്ചേർന്നു. അവിടെ എല്ലാവർക്കുമായി രുചികരമായ ലഡ്ഡുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അദ്ദേഹം കണ്ടു. ലഡ്ഡുവിനോട് അതിയായ പ്രിയമുള്ള ഹനുമാൻ സ്വാമി അവയെല്ലാം എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഈ വിവരമറിഞ്ഞ ബലരാമൻ അത്രയധികം കോപാകുലനായി. ഹനുമാനെ തടവിലാക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. ഭടന്മാർ ഉടൻ തന്നെ ഹനുമാൻ സ്വാമിയെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആർക്കും അദ്ദേഹത്തെ ഒരല്പം പോലും ചലിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് കണ്ടപ്പോൾ ബലരാമൻ തന്നെ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം മുന്നോട്ട് വന്ന് ഹനുമാൻ സ്വാമിയെ പിടിച്ച് കാരാഗൃഹത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഹനുമാൻ സ്വാമിയെ അവിടെ നിന്ന് ഒട്ടും അനക്കാൻ സാധിച്ചിരുന്നില്ല. അതേസമയം ഹനുമാൻ സ്വാമി തന്റെ തള്ളവിരൽ കൊണ്ട് ബലരാമന്റെ പാദത്തിൽ പതുക്കെ ഒന്ന് അമർത്തി. ഉടൻ തന്നെ ബലരാമന് അതികഠിനമായ വേദന അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇത് കണ്ടുകൊണ്ട് നിന്ന രാധാറാണി ഉറക്കെ ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു, ഞങ്ങളുടെ ബലരാമനായ ദാവുവിനെ വിട്ടേക്കൂ. ഇത് കേട്ട ഉടൻ ഹനുമാൻ സ്വാമി ബലരാമന്റെ പാദത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ വിരലെടുത്തു മാറ്റുകയും കൈകൂപ്പിക്കൊണ്ട് പറയുകയും ചെയ്തു, ഇദ്ദേഹത്തിന്റെ നാമം ബലരാമനാണെന്ന് എന്തുകൊണ്ട് നേരത്തെ പറയാതിരുന്നത്? എന്റെ പ്രഭു ശ്രീരാമന്റെ നാമമുള്ള ഒരാൾക്കും ഞാൻ ഒരിക്കലും വേദന വരുത്തുകയില്ല. തുടർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ എത്തുകയും ഹനുമാൻ സ്വാമിയെയും കൂട്ടി അദ്ദേഹം അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഈ കഥ പ്രഭു ശ്രീരാമനോടുള്ള ഹനുമാൻ സ്വാമിയുടെ അഗാധമായ ഭക്തി എടുത്തു കാണിക്കുന്നു. ബലരാമന്റെ പേരിലുള്ള രാമ എന്ന ശബ്ദം കേട്ട ഉടൻ തന്നെ അദ്ദേഹം ബഹുമാനത്തോടെ പിന്മാറാൻ ഇത് കാരണമായി. ഇതൊരു പുരാണ കഥയോ അല്ലെങ്കിൽ ഇതിഹാസമോ അല്ല, പകരം ആചാര്യന്മാരുടെ കഥാപ്രസംഗങ്ങളിലും പ്രചാരമുള്ള ഒരു ഉപകഥ അല്ലെങ്കിൽ ഐതിഹ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഹനുമാൻ സ്വാമിയുടെയും ബലരാമന്റെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.